ഇത്രയും നാള് ഞാൻ എന്തിനാ അരി കുതിർത്തിയും അരച്ചും കഷ്ടപ്പെട്ടേന്ന് സ്വയം ചോദിച്ചു പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് 1.5 കപ്പ് റവ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ആവാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. പകരം വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചെറു ചൂടുവെള്ളം ഒരു 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ചൂട് കൂടരുത്. ചൂട് കൂടിയാൽ ഈസ്റ്റ് ആക്റ്റീവ് ആകൂല കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്ത് തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഒരു മണിക്കൂർ എന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ടാവും. മാവിന്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇങ്ങനെയാണ് മാവിരിക്കേണ്ടത് കേട്ടോ. ഇനി ഓരോ വെള്ളയപ്പം ചുട്ടെടുക്കാം. ഒരു തവി മാവ് ഒഴിച്ച് ഹോൾസ് വന്നതിന് ശേഷം മാത്രം ഒന്നങ്ങ് മൂടി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന റവ കൊണ്ടുള്ള വെള്ളയപ്പം റെഡിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.